ലൈംഗികാധിക്ഷേപ കേസിൽ റിമാൻഡിൽ കഴിയുന്ന ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. ഇപ്പോൾ വിശദമായ ഉത്തരവ് ഉച്ചയ്ക്ക് ശേഷം 3:30 പറയുമെന്നായിരുന്നു കോടതി പറഞ്ഞിരുന്നത്. ഇപ്പോൾ അവിടെ നിന്നും വിശദമായിട്ടുള്ള വിവരങ്ങളുമായി അമൽനാഥ് കൂടി ചേരുന്നുണ്ട്. അമൽ, എന്തൊക്കെയാണ് ഈ ജാമ്യം അനുവദിച്ചിട്ടുണ്ടോ മറ്റു വിവരങ്ങൾ? തീർച്ചയായും അല്പസമയത്തിനകം ഇദ്ദേഹം ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങുമെന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അദ്ദേഹത്തെ സ്വീകരിക്കുവാനുള്ള വലിയ ഒരു ജനത്തിരക്ക് തന്നെ എന്ന് നമുക്ക് പറയാം ഈ ഒരു ജയിലിന് മുമ്പിലുള്ളത്. 2 ആൾ ജാമ്യം, ഒപ്പം തന്നെ 50,000 രൂപ, ഒപ്പം അന്വേഷണ ഉദ്യോഗസ്ഥന് എപ്പോൾ വിളിച്ചാലും ഹാജരാകുക, ഇത്തരം ഉപാധികളൊക്കെയാണ് ഉള്ളത്. അത്തരത്തിലാണ് ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. ഇവിടെ ഈ ജയിലിന് മുകളിൽ വലിയ ഒരു ആൾത്തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതായത് ബോബി ചെമ്മണ്ണൂരിനെ, ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ബോബി ചെമ്മണ്ണൂരിനെ സ്വീകരിക്കുവാനുള്ള ഒരു ആൾത്തിരക്കാണ് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമുക്ക് ഇവരിലേക്ക് തന്നെ പോവാം. വളരെ സന്തോഷമാണ്. ബോബി ചെമ്മണ്ണൂർ ഇതുമാതിരി ഒന്നും ചെയ്തിട്ടില്ല. എങ്ങനെയോ വന്ന് തതി ചെയ്ത് ഉണ്ടാക്കി, അതൊന്നും പ്രശ്നമല്ല. വെളിയിൽ വരട്ടെ എന്ന് നമ്മൾ നോക്കും. അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഏത് തെറ്റുമായി ചെയ്യില്ല, ഇതുവരെയ്ക്കും ചെയ്തിട്ടില്ല, ഇനി മേലും ചെയ്യില്ല. ഞങ്ങളുടെ ബോച്ച തെറ്റൊന്നും ചെയ്യില്ല. ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് അങ്ങനെ ബോച്ചയുടെ സംസാരം അങ്ങനെ ആ രീതിയിലാണ്. പക്ഷെ വേറെ തെറ്റുകളൊന്നുമില്ല. പുള്ളിക്കാരി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ജീവിതത്തിൽ പ്രവർത്തിക്കേണ്ടത്. സിനിമയിൽ പ്രയോഗം നടത്തിയാൽ ജീവിതത്തിലും അങ്ങനെ നടത്താവുന്നതാണോ? അങ്ങ് സിനിമയല്ലല്ലോ ഇത്. സിനിമയാണെങ്കിൽ ഈ ബോച്ച തെറ്റ് ചെയ്തിട്ടില്ല. കുന്തി ദേവി എന്ന് പറയുന്നത് എവിടെ തെറ്റ്? ഇത് ബോച്ച മനഃപൂർവ്വം ബോച്ച കുരുക്കാൻ വേണ്ടി ചെയ്ത കളിയാണിത്. അത് ഏത് ചോറ് കഴിക്കുന്ന മലയാളിക്കും അത് മനസ്സിലാവും. ബോച്ച മനഃപൂർവ്വം കുരുക്കിയതാണ്. തെറ്റല്ല, ബോച്ച ചെയ്തത് തെറ്റല്ല. ദ്വയാർത്ഥ പരാമർശം നടത്തി, ഒപ്പം തന്നെ കയ്യിൽ കയറി പിടിച്ചു, അത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെയാണ് ഉള്ളത്. അതെ സാർ. ബോച്ച ഈ 4 മാസം കഴിഞ്ഞാണ് ഹണി റോസ് ഇതിൻ്റെ പേര് പ്രതികരിക്കുന്നത്. ബോച്ച പറഞ്ഞ കുന്തി ദേവി എന്നാണ്. കുന്തി ദേവി ഇതിലും വലിയ ആഭാസതരം കാണിച്ച അവർക്കെതിരെ കേസില്ല. ഇത് സർക്കാരിൻ്റെ ലോട്ടറി വിവാദത്തിൻ്റെ ഒരു ഇഷ്യൂസായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചത് ബോബി ചെമ്മണ്ണൂർ ഒരു തരത്തിലും തെറ്റ് ചെയ്തിട്ടില്ല എന്ന ഒരു രീതിയിൽ തന്നെയാണ് ഇവർ അദ്ദേഹത്തിനെതിരെ ഒരു സ്വീകരണം കൊടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി ഉള്ള ഒരു വലിയ ആൾത്തിരക്ക് തന്നെയാണ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ 2 ആൾ ജാമ്യം, ഒപ്പം തന്നെ 50,000 രൂപ ഇതിൻ്റെ ഉപാധിയോടുകൂടിയാണ് നിലവിൽ ബോബി ചെമ്മണ്ണൂരിനെ ഇവിടെ ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. അല്പം സമയത്തിനകം അദ്ദേഹം പുറത്തിറങ്ങും എന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതുപോലെ തന്നെയാണ് അമൽ, കർശന ഉപാധികളോടെയാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഈ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചാൽ ഈ ജാമ്യം റദ്ദാക്കാനുള്ള നടപടികളിലേക്കും എത്തുമല്ലേ? തീർച്ചയായും ഇപ്പോൾ സൂചിപ്പിച്ച ഈ ജാമ്യ വ്യവസ്ഥയിൽ ഏതെങ്കിലും തരത്തിൽ ലംഘനങ്ങൾ ഉണ്ടെങ്കിൽ ജാമ്യം റദ്ദാക്കുവാനുള്ള നീക്കങ്ങളിലേക്ക് അടക്കം കടക്കുമെന്നാണ് അറിയുന്നത്. ഒപ്പം തന്നെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഏത് സമയത്ത്, അതായത് എപ്പോൾ വിളിച്ചാലും ഈ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാനുള്ള ഒരു ഉപാധി കൂടി ഇതിൻ്റെ ഭാഗമായി ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ജാമ്യം ലഭിച്ചുകൊണ്ട് ബോബി ചെമ്മണ്ണൂർ പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. കർശന ഉപാധികളോടെയാണ് ഹൈക്കോടതി ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ജാമ്യവ്യവസ്ഥ ലംഘിച്ചാൽ ജാമ്യം റദ്ദാക്കും എന്നുള്ള നടപടികളിലേക്കും കോടതി കടക്കും. അതുപോലെ തന്നെ അസമയം പരാതിക്കാരിക്കും പ്രോസിക്യൂഷനും കോടതിയെ സമീപിക്കാം. അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടാൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നും നിർദ്ദേശമുണ്ട്. ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി ബോബി ചെമ്മണ്ണൂരിന്റെ ചില ആരാധകരാണ് ഇപ്പോൾ കോടതിക്ക് മുൻപിൽ നിൽക്കുന്നത്.
ലൈംഗിക അധിക്ഷേപ കേസിൽ ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യ ഉത്തരവും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ കോടതിക്ക് പുറത്തേക്ക് വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആരാധകരും ഇപ്പോൾ കോടതിക്ക് മുന്നിലുണ്ട്. കർശന ഉപാധികളോടെയാണ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചാൽ ജാമ്യം റദ്ദാക്കും. പരാതിക്കാരിക്കും പ്രോസിക്യൂഷനും ഈ സമയം കോടതിയെ സമീപിക്കാം. അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടാൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണം. മാത്രമല്ല ബോഡി ഷേമിംഗ് അംഗീകരിക്കാനാവില്ലെന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വാദപ്രതിവാദങ്ങളായിരുന്നു ഇന്ന് കോടതിയിൽ അരങ്ങേറി. അതിനുശേഷം ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം നൽകി. ഇപ്പോൾ അദ്ദേഹം കോടതിക്ക് വെളിയിൽ എത്തിയിട്ടുണ്ട്. അതേസമയം ബോബി ചെമ്മണ്ണൂരിനെ കാണാൻ നിരവധി ആളുകളും അവിടെ എത്തിയിട്ടുണ്ട്.